കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയ അബദ്ധമാണ് ശ്രീചക്രം ഒന്നുകിൽ കടയിൽ നിന്നും മേടിച്ചിട്ട് അല്ലെങ്കിൽ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു തിരുമേനിമാരെ കൊണ്ട് നമ്മൾ എഴുതി ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെക്കുക അല്ലെങ്കിൽ കടയിൽ വെക്കുക എന്നുള്ളത്. ഒരു കാരണവശാലും ശരിയായ പൂജാവിധികൾ നിത്യവും ചെയ്യാതെ അതിങ്ങനെ മേടിച്ച് ശ്രീചക്രം മേടിച്ച് ചുവരിലിങ്ങനെ തൂക്കി ഇടരുത്. ഒരു വിളക്ക് അതിൻ്റെ മുമ്പിൽ തെളിയിക്കുക എന്നത് മാത്രമല്ല ആ പൂജാവിധികൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് ശ്രീചക്രം ഇങ്ങനെ സൂക്ഷിക്കും. എന്നിട്ട് ദിവസവും വിളക്ക് തെളിയിക്കുകയോ അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി കത്തിക്കുകയോ ഒക്കെ ചെയ്യും. കടകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അതിൻ്റേതായ പൂജാവിധികളുണ്ട്. ആ പൂജാവിധികൾ അനുസരിച്ചിട്ട് തന്നെ വേണം ശ്രീചക്രം പ്രതിഷ്ഠിക്കേണ്ടതും നിത്യേനയുള്ള പൂജാകർമ്മങ്ങൾ കഴിക്കേണ്ടതും. കാരണം ഈ ശ്രീചക്രം എന്ന് പറയുന്നത് ശിവശക്തികളുടെ ശരീരമാണ്. ശിവശക്തികളുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം ഊർജമുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് മാത്രമല്ല, വലിയ ദോഷങ്ങൾ അത് ഉണ്ടാക്കുകയും ചെയ്യും. ചിലപ്പോൾ നമ്മൾ ശ്രീചക്രമൊക്കെ മേടിച്ച് വീട്ടിലിങ്ങനെ ആണിയടിച്ച് തൂക്കിയിടുന്നത് കണ്ടിട്ടുണ്ട്. അതിങ്ങനെ അവിടെ ഇരിക്കും. ഒരു വിളക്ക് കത്തിക്കും. നമ്മൾ ചില ദിവസങ്ങൾ കത്തിക്കില്ല. ചിലപ്പോൾ ദിവസങ്ങളോളം നമ്മൾ ആ വീട് അടച്ചിട്ടിട്ട് വേറെ വല്ല സ്ഥലത്തും പോയി താമസിച്ചെന്നിരിക്കും. വീട്ടിൽ പീരീഡ്സ് ആയ കുഞ്ഞുങ്ങൾ കാണും. ചിലപ്പോൾ കത്തിക്കും, ചിലപ്പം കത്തിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളും നമ്മൾ ചെയ്തെന്നിരിക്കും. കടകളിലൊക്കെ തന്നെ ആയാലും മേടിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ ഉടമസ്ഥനായിരിക്കും തെളിയിക്കുന്നത് വിളക്ക്. അതല്ലെങ്കിൽ ചിലപ്പോൾ ജോലിക്കാരായിരിക്കും. ചിലപ്പോൾ ഒരു ചന്ദനത്തിരി മാത്രമായിരിക്കും തെളിയിക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ആചാര്യൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ശ്രീചക്രം നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ ഗൃഹത്തിലോ സൂക്ഷിക്കുവാൻ പാടുള്ളൂ. ആ ആചാര്യൻ പറഞ്ഞു തന്ന പൂജാവിധികൾ അത് നിർബന്ധമായും ചെയ്യുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ശ്രീചക്രം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ സ്ഥാപിച്ചതിനുള്ള ഗുണം ലഭിക്കുകയുള്ളൂ. തെറ്റായ രീതികൾ പിന്തുടർന്നാൽ അല്ലെങ്കിൽ ശരിയായ പൂജാരീതികൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വലിയ ദോഷമാണ് നമുക്ക് ഉണ്ടാക്കിത്തരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ശ്രീചക്രമൊക്കെ നമ്മൾ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ഒരു ഫലമൊന്നും ലഭിക്കാത്തത്. ഇന്ന് പല കടകളിലും വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള ചക്രങ്ങൾ. ഇത് വീട്ടിൽ മേടിച്ചു കൊണ്ട് വെച്ചാൽ മതി, ഐശ്വര്യമുണ്ടാകും, പൂജാമുറി വെച്ചാൽ മതി, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊന്നും അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്. കൃത്യമായ ആചാര്യ ഗുരു നിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രമേ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർക്കുക. സാധാരണ നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ദേവതയാണോ ആ ദേവതയുടെ ഒരു ഫോട്ടോ വെച്ച് വിളക്ക് തെളിയിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കുഞ്ഞു വിഗ്രഹമോ അങ്ങനെ എന്തെങ്കിലും വെച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് ഉത്തമം. വിഗ്രഹങ്ങളായാലും ഫോട്ടോകളായാലും പൊട്ടിയ ഫോട്ടോകളോ പൊട്ടിയ വിഗ്രഹങ്ങളോ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളോ ഫോട്ടോകളോ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ലാതെ അത് ഒരു മോശപ്പെടുന്ന ഒരു അവസ്ഥ, അതായത് കളറൊക്കെ മാറി അങ്ങനെ ഒന്ന് അല്ലെങ്കിൽ ചില്ലുകളൊക്കെ പൊട്ടി തുരുമ്പിച്ചു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ മാറ്റണം. എങ്ങനെയാണ് മാറ്റേണ്ടത്? ഒന്നുകിൽ നല്ല ഒഴുക്കുള്ള ജലത്തിൽ
ഈ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ ഫോട്ടോകൾ ഉപേക്ഷിക്കുക. അതാണ് ഏറ്റവും ഉത്തമമായ മാർഗം, ഒഴുക്കുള്ള ജലത്തിൽ ഉപേക്ഷിക്കുക എന്നുള്ളത്. മണ്ണുകൊണ്ടുള്ള വിഗ്രഹങ്ങളാണെങ്കിൽ പുതിയൊരു ബക്കറ്റ് മേടിച്ചിട്ട് ആ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിൽ നമ്മൾ ആ വിഗ്രഹം ഇറക്കി വെച്ചിട്ട് ആ വിഗ്രഹം അലിഞ്ഞു തീരുന്ന ആ ഒരു സമയത്ത്, മണ്ണുകൊണ്ട് ഉള്ളതാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അത് തുളസിച്ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാം, അത് മണ്ണായി തന്നെ അങ്ങ് ചേരും. അതല്ല പ്ലാസ്റ്റർ ഓഫ് പാരീസോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോഹങ്ങളോ ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ഒഴുക്കുള്ള ജലാശയത്തിൽ കളയുന്നതാണ് ഏറ്റവും ഉത്തമം. അക്കാര്യം പ്രത്യേകമായി ഓർക്കുക. അതല്ലാതെ പൊട്ടിയ വിഗ്രഹങ്ങളോ ചീത്തയായ ഭഗവാന്റെ ഫോട്ടോകളോ ഒന്നും തന്നെ പൂജിക്കാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ തുരുമ്പിച്ച ഫോട്ടോ, അതായത് അതിൻ്റെ ഫ്രെയിമൊക്കെ തുരുമ്പിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഫ്രെയിം നിങ്ങൾക്ക് മേടിച്ച് ഇട്ട് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഏതെങ്കിലും നമ്മളിപ്പോൾ വീട് മാറിപ്പോകുന്നു, ഈ ഫോട്ടോകളൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെയുണ്ടെങ്കിൽ പുതിയ ഫ്രെയിമൊക്കെ മേടിച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് ഇത് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ കൊടുക്കാവുന്നതുമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമങ്ങളിലേക്ക് കൊടുക്കാവുന്നതുമാണ്. പക്ഷെ വൃത്തിയാക്കി ഭംഗിയാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. തുരുമ്പിച്ച ഫ്രെയിമൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കരുത്. അക്കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇതുപോലുള്ള യന്ത്രങ്ങൾ സ്ഥാപിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അത് ശരിയായ ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. അതുപോലെ തന്നെ വിഗ്രഹങ്ങളും ഫോട്ടോകളും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നവരും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പൊട്ടിയ വിഗ്രഹങ്ങളോ അതുപോലെ തന്നെ ഫോട്ടോകളോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും വേണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. അല്ലാതെ അശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്നതിൻ്റെ ഗുണം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, വലിയ ദോഷങ്ങൾ കൂടി നമ്മൾ വരുത്തി വെക്കും. കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു നിലവിളക്ക്, ഒരു കൊച്ചു കിണ്ടി, നമ്മുടെ ചന്ദനത്തിരി കത്തിക്കാനുള്ള ഒരു ചന്ദനത്തിരിയുടെ സ്റ്റാൻഡ്, പിന്നെ ഒരു കൊടിവിളക്ക് ദീപം പകരാനായിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഭഗവാന്റെ കുറച്ച് ഫോട്ടോകൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞു വിഗ്രഹം, ഇത്രയൊക്കെ മതി. അല്ലാതെ അമിതമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ദോഷം വരുത്തി വെക്കരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണ.